ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ശേഷിയെ വെല്ലുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വിരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ജാഗ്രത തുടർന്ന് ആരോഗ്യവകുപ്പ്. വിപണി ഇടപെടലിന്റെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ സാധിച്ചതായി മന്ത്രി GR അനിൽ. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. തെരുവ് നായകൾ പെരുകുന്നത് തടയാൻ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മൊബൈൽ ABC യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ചൈനയിലെ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക, ഊർജ്ജ സഹകരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. യുക്രൈൻ ഉൾപ്പെടെയുള്ള ആഗോള വിഷയങ്ങളിലും ഇരു നേതാക്കളും ചർച്ച നടത്തി. ഈ വർഷം അവസാനത്തോടെയുള്ള പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. हमारी स्पेशल एंड प्रिविलेज स्ट्रेटेजिक पार्टनरशिप की गहराई और व्यापकता का परिचायक है. कठिन से कठिन परिस्थितियों में भी भारत और रूस हमेशा कंधे से कंधा मिलाकर चले हैं. हमारा करीबी सहयोग न केवल दोनों देशों के लोगों के लिए बल्कि वैश्विक शांति, स्थिरता और समृद्धि के लिए महत्वपूर्ण है. 20% എത്തനോൾ കലർന്ന പെട്രോൾ വിൽപ്പന ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. തങ്ങളുടെ വാഹനത്തിന് അനുയോജ്യമല്ലാത്ത ഇന്ധനം ഉപയോഗിക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകളെ നിർബന്ധിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഹർജി. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. എത്തനോൾ മിശ്രണം രാജ്യത്തെ കരിമ്പ് കർഷകർക്ക് പ്രയോജനകരമാകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. ചികിത്സാ പിഴവിൽ കുറ്റാരോപിതരായ ആരോഗ്യ പ്രവർത്തകരെ വിചാരണ ചെയ്യുന്നത് സംബന്ധിച്ച് കരട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഹൈക്കോടതി. കുറ്റാരോപിതർക്ക് തങ്ങളുടെ ഭാഗം ബോധ്യപ്പെടുത്താനുള്ള അവസരം നൽകുന്നതിനാണ് നടപടി. 12 കരട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ജസ്റ്റിസ് VG അരുൺ ഇതിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കണമെന്നും അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. ചെങ്ങറ ഭൂസമര പ്രദേശത്തെ കുടുംബങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 1136 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. റേഷൻ കാർഡ്, ഓണക്കിറ്റ് എന്നിവയുടെ വിതരണം പൂർത്തിയാക്കിയതായും തൊഴിൽ കാർഡ് വിതരണം ഉടൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ K. രാജൻ, K. കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, MP രാജേഷ്, GR അനിൽ, OR കേളു, വീണ ജോർജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ആരോഗ്യമേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമേഖലയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം ലഭിച്ചത് അതിനാലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ശേഷിയെ വെല്ലുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വിരളമാണെന്നും തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ 180-ലധികം കോടി രൂപയുടെ 15 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ശേഷിയെ വെല്ലുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ വിരളമാണ്. കാരണം അത്രത്തോളം മെഡിക്കൽ കോളേജുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങളെക്കുറിച്ച് ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആർദ്രം മിഷൻ പ്രഖ്യാപിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. 27ാമത് ലോക നാളികേര ദിനാഘോഷം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ നാളികേര മേഖലയുടെ പുനരുജ്ജീവനത്തിനായി നവീകരിച്ച പദ്ധതിയുടെ പ്രഖ്യാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. കൃഷിമന്ത്രി P. പ്രസാദ്, വ്യവസായ മന്ത്രി P. രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും.
അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന 2 പേർ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കിയ ആരോഗ്യവകുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് കേരളത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളതായും PCR പരിശോധനയ്ക്കുള്ള സൌകര്യങ്ങൾ ഇന്ന് സംസ്ഥാനത്തുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചിരുന്ന 3 മാസം പ്രായമുള്ള ഓമശ്ശേരി സ്വദേശിയായ കുഞ്ഞും മലപ്പുറം സ്വദേശിയുമായ ഒരു സ്ത്രീയുമാണ് രോഗം ബാധിച്ച് മരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ള 7 രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ. രോഗം ബാധിച്ച് മരിച്ച കുഞ്ഞിന് കിണർ വെള്ളത്തിൽ നിന്നാകാം രോഗം ഉണ്ടായതെന്നാണ് നിഗമനം. കിണർ വെള്ളം വറ്റിച്ച് ക്ലോറിനേഷൻ നടത്തി സമീപത്തെ കിണറുകളിലെ സാമ്പിളുകളും പരിശോധന നടത്തിയതായും അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. തെരുവ് നായ്കൾ പെരുകുന്നത് തടയാൻ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മൊബൈൽ ABC യൂണിറ്റുകൾ തുടങ്ങുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജൈവ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശാസ്ത്രീയ രീതിയിൽ വളർത്തിയ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം നടപ്പാക്കുന്ന ഗ്രാമസമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി കോട്ടയത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. സ്റ്റോക്കെടുപ്പ് കണക്കിലെടുത്ത് ഇന്ന് റേഷൻ കടകൾ അവധിയാണ്. 1-ാം ഓണ ദിവസമായ വ്യാഴാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. വിപണി ഇടപെടലിന്റെ മാതൃകാപരമായ പ്രവർത്തനം മുഖേന സംസ്ഥാനത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. അവശ്യവസ്തുക്കളുടെ ക്ഷാമമോ വിലക്കയറ്റമോ ബാധിക്കാത്ത വിധം ഈ ഉത്സവകാലത്തെ കൈകാര്യം ചെയ്യാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനും സപ്ലൈകോയ്ക്കും കഴിഞ്ഞുവെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളരെ മുൻകൂട്ടി തന്നെ ഫലപ്രദമായ വിപണി ഇടപെടാനുള്ള നടപടികൾ സ്വീകരിച്ചു. അവശ്യ വസ്തുക്കളുടെ ക്ഷാമമോ വിലക്കയറ്റമോ ബാധിക്കാത്ത വിധം ഈ ഉത്സവകാലത്തെ കൈകാര്യം ചെയ്യാൻ പൊതുവിതരണ വകുപ്പിനും സപ്ലൈകോയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 31 ഇന്നലെ വരെ ഈ ഒരു മാസക്കാലം 45,40,030 ഉപഭോക്താക്കൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയിട്ടുണ്ട്. ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5-ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി ഖണ്ഡരൻ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. വെള്ളിയാഴ്ച തിരുവോണ പൂജകൾ നടക്കും. അന്ന് ഓണസദ്യയുമുണ്ടാകും. ഓണപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 7-ന് രാത്രി 10-ന് നടയടയ്ക്കും. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്നും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുകയാണ്. എന്നാൽ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ലേഖകൻ സ്മിതി M. പളുരുത്തി. ഇന്ന് സംസ്ഥാനത്തുടനീളം മഴ ദുർബലമായത് ഓണവിപണിയെ സജീവമാക്കി. വിവിധ സ്ഥാപനങ്ങളിലെ ഓണാഘോഷങ്ങൾക്കും ഇത് ഉണർവ് നൽകി. നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല. അതേസമയം ബുധനാഴ്ച തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലും, ഉത്രാടനാളിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, തിരുവോണനാളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന രീതിയിൽ മഞ്ഞ ജാഗ്രതയുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. ആലപ്പി ഉയർത്തിയ 129 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ തൃശൂർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 4 പന്ത് ബാക്കി നിൽക്കെ വിജയം സ്വന്തമാക്കി. ഇന്ന് നടക്കുന്ന 2ാമത്തെ മത്സരത്തിൽ അല്പസമയത്തിനകം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ന് ഇന്ത്യ കസാഖിസ്ഥാനുമായി ഏറ്റുമുട്ടും. രാജ്ഗീർ ഇന്റർനാഷണൽ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 555 പോയിന്റ് ഉയർന്ന് 80,364-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 24,625-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 680 രൂപ വർദ്ധിച്ച് 77,640 രൂപയും ഗ്രാമിന് 9,705 രൂപയുമാണ് ഇന്നത്തെ വില. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ 800 പിന്നിട്ടു. 2,500 പേർക്ക് പരിക്കേറ്റു. ഇന്നലെയാണ് ജലാലാബാദ് നഗരത്തിന് സമീപം റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സാമ്പത്തിക ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ശേഷിയെ വെല്ലുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വിരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ജാഗ്രത തുടർന്ന് ആരോഗ്യവകുപ്പ്. വിപണി ഇടപെടലിന്റെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ സാധിച്ചതായി മന്ത്രി GR അനിൽ. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. തെരുവ് നായ്ക്കൾ പെരുകുന്നത് തടയാൻ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മൊബൈൽ ABC യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.